ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് കുറേ ദിവസത്തിന് ശേഷം എടുത്തൊരു വ്ളോഗാണ്. ഇപ്പം പൊതുവെ റമദാൻ ആയതിനു ശേഷം ഭയങ്കര മടിയാട്ടോ വീഡിയോ എടുക്കാനൊക്കെ. ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇന്നൊരു ദിവസം എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് പതിവ് പോലെ രാവിലെ തന്നെ ഫ്രഷായി ഇന്നൂനത അംഗനവാടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, ആരും കൊണ്ടാക്കാനില്ലെങ്കിൽ ഇതുപോലെ നടന്ന് കൊണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഹാദി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഹാദിക്ക് ചെറിയ ജലദോഷം പനിയൊക്കെ കാരണം ഒന്ന് സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനും ഹാദിയും കൂടെ ഇന്നൂനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടാക്കുന്ന സമയത്ത് ഹാദി ഇന്നു ഇങ്ങനെ രണ്ടാളും കൂടെ ഇങ്ങനെ മുന്നിൽ നടക്കും കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞ് ഒരു രണ്ടാളും നല്ല കമ്പനിയാണ് കേട്ടോ. ചില സമയത്ത് ഭയങ്കര അടിയാട്ടോ. ഇവര് തന്നെ ആണോ എന്ന് വിചാരിക്കും. വീട്ടിൽ നിന്ന് ചെറിയ കാര്യത്തിന് രണ്ടാളും നല്ല അടിയോടും. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, നമ്മള് ഒറ്റക്കാവുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സമയം നല്ല കെയർ ചെയ്യും ആള്. ചിലപ്പോൾ ഞാനില്ലെങ്കിലും തിരിച്ചു കൊണ്ടുപോകാനൊക്കെ ഒറ്റക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കും. ഭയങ്കര കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അവരിങ്ങനെ പോണ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അപ്പോൾ രണ്ടാളും കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തോളിൽ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ നല്ല ഇങ്ങനെ പലതരം ഇങ്ങനെ കിളികളെ സൗണ്ട് ഇങ്ങനെ കേൾക്കൂട്ടോ. നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ കേൾക്കൂലേ, അതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുക. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. നമുക്കിന്ന് കുറച്ച് ചക്കൻ്റെ അടയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി കുറച്ച് ഇലയൊക്കെ പറിക്കാനുണ്ട് കേട്ടോ. നല്ല ഇലമംഗലത്തിൻ്റെ ഇലയൊക്കെ പറിക്കാനുണ്ട്. പോകുന്ന വഴി ഇഷ്ടം പോലെ ഇലമംഗലം മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഇലയൊക്കെ പറിക്കണം വരുമ്പോൾ. അപ്പോൾ പോകുന്ന വഴി ഇതാ ഞാൻ ഈ പനയല്ലേ നമ്മളിങ്ങനെ കാണല്, പന പണ്ടൊക്കെ ഉണ്ട്. ആ പനൻ്റെ ചെറിയൊരു സൈസ് ഒരു മരം ഇവിടെ ഈ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ പറയാറുണ്ടല്ലോ ഇങ്ങനെ കുറച്ച് ഭാഗത്തൊരു കാട് പോലുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ മരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ വഴി എപ്പം പോവാണെങ്കിലും ഞാനിങ്ങനെ നമ്മള് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറമ്പിലൂടെയും വയലിലൂടെയും പുഴയും ഒക്കെ കടന്ന് ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ഇതിങ്ങനെ ഓർമ്മ വരും കേട്ടോ. ഇപ്പോഴൊന്നും നമ്മളങ്ങനെ പൊതുവെ നഴ്സറിയിലായാലും മദ്രസിലായാലും ഒക്കെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പതിവ് എവിടെ ഇല്ലല്ലോ. അപ്പൊ ഇതിലിങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതിങ്ങനെ ഓർമ്മ വരും. ഞാനൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ നടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനൊക്കെ. അപ്പൊ ഞങ്ങൾ ഇന്നൂനെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പേ അവിടെ ഇങ്ങനെ ഒരു മാവ് ഉണ്ട്, വലിയൊരു മാവ്. അപ്പൊ അതിൽ ഇങ്ങനെ ചെറിയ കണ്ണിമാങ്ങകൾ ഇങ്ങനെ ഇഷ്ടം പോലെ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മദ്രസൊക്കെ വിട്ട് ഓരോരുത്തരുടെ വീടിന്റെ മുറ്റത്തൂടെയും പറമ്പിലൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ മാങ്ങണ്ണിയൊക്കെ കിട്ടുമ്പോൾ അത് വലിയ കാര്യത്തിൽ എടുക്കുകയും അതിങ്ങനെ ഉപ്പൊക്കെ കൂട്ടി ഇങ്ങനെ തിന്നുന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും വേണ്ട, അവർക്കൊന്നും ഇത് അറിയ പോലുമില്ല. അതാണ് സത്യം. അപ്പൊ ഞാൻ ഹാദിനോട് ഇങ്ങനെ നിലത്തുനിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ നല്ല അത്ഭുതത്തോടുകൂടി എടുത്തിന്റെ കയ്യിലൊക്കെ തന്ന് എന്നോട് പറഞ്ഞ് ഞാൻ മദ്രസിലൊക്കെ പോകുമ്പോൾ കാണലുണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങള് തിരിച്ചു പോരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുറച്ച് ചക്കയട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ചക്കയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലമംഗലത്തിന്റെ ഇല പറിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് മരം. അപ്പൊ ഞാൻ ഹാദിനോട് കയറിയിട്ട് പറിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഹാദി ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നല്ല ഇല നോക്കി പറിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ കയ്യിലേക്ക് തരികയാണ്. അപ്പൊ അവിടുന്ന് ഇലയൊക്കെ പറിച്ച് ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ പിന്നെ അവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടി ഇളയ ഇല ഉള്ള ഒരു മരം കൂടെ കണ്ടിട്ടോ. അപ്പൊ ഞാൻ ഹാദിനോട് കുറച്ചും കൂടെ അയിമന്ന് ഇല പറിക്കാൻ വേണ്ടി പറഞ്ഞ് ഹാദി അങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പൊ ചെറിയൊരു മതിലാണ് കേട്ടോ. മതിലുമ്മ കൂടെ ഇങ്ങനെ കയറിയിട്ട് വേണം പറമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാദി പറിച്ചുകൊണ്ട് കേട്ടോ. നല്ല തളിരില കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹാദി കുറച്ചുകൂടി ഇല പറിച്ചിട്ട് അവനിങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കുറവായിരിക്കൂലേ. പിന്നെ നമ്മളെ നാട്ടും പുറത്തൊക്കെ ഉള്ള സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ആണ് പിന്നെ ഇത് എന്താ പറയാ ഇങ്ങനൊരു ജീവിതമൊക്കെ കേട്ടോ. അല്ലാതെ ഇപ്പൊ ടൗൺ ഏരിയ അതുപോലെ മൊത്തത്തിൽ ഈ പറമ്പിലേക്ക് അതുപോലെ ഇങ്ങനെ നടക്കുന്ന പരിപാടിയൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് വെച്ചാല് ഇതുപോലെ നമ്മള് ഈ മാങ്ങ പറിക്കാനും പേരക്ക ചാമ്പൊക്കെ പറിക്കാനൊക്കെ മരത്തുമ്മ കയറലും എന്താ പറയാ ഇതുപോലെ ഓരോരോ അന്നൊക്കെ ഇതുപോലെയുള്ള പറമ്പുകളാണല്ലോ. മതിലായിട്ടും വലിയ മതിൽ പറ്റിപ്പിടിച്ച് കയറലും ഇറങ്ങലും അങ്ങനെയുള്ള ഓരോരോ നല്ല എന്താ പറയാ നല്ലൊരു രസകരമായ ഒരു മധുരമുള്ള ഒരു ഓർമ്മകൾ എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരു ഓർമ്മകളാണ് കേട്ടോ അതൊക്കെ.
അതൊക്കെ പറിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇന്നുവിൻ്റെ ബാഗ് കൊടുത്തിട്ടുള്ള നമ്മളെ കയ്യിൽ തന്നെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി കൊടുക്കാൻ. പിന്നെ ഹാദി അതൊക്കെ ഓടിക്കൊണ്ടോ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഇത് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ചക്കട ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പൊ വൈകുന്നേരം നോമ്പായതുകൊണ്ട് പത്തിരിയും കറിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ചക്കയുടെയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ നല്ല പഴുത്ത വരിക്കച്ചക്കാണ് കേട്ടോ. അപ്പൊ നല്ല മധുരമുള്ള ഇത്. പിന്നെ ഈ പഴഞ്ചക്കല്ലേ, കൂഴച്ചക്ക, അത് വെച്ചുണ്ടാക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ വരിക്കച്ചക്ക വെച്ചുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചക്ക ഒന്ന് ചുള വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതാ ചക്കച്ചുളയൊക്കെ ഞാൻ ഇങ്ങനെ ചക്കക്കുരും ഒന്ന് വേറിട്ടിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് അരച്ച് വരാം കേട്ടോ. അങ്ങനെ അതാ കുറച്ച് ചക്ക ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ നമുക്കിപ്പോ നോമ്പിനാവുമ്പോ നമുക്കിങ്ങനെ എന്തൊക്കെയോ തോന്നും കേട്ടോ കഴിക്കണം എന്നൊക്കെ. പക്ഷേ ആ സമയത്ത് കഴിക്കാനാവുമെന്നൊന്നും അറിയില്ല. ഞാൻ ഏതായാലും കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കണേ. അപ്പൊ അതിൽ ഒരു 2 ആണി ശർക്കരയും അതുപോലെ കുറച്ച് ചെറിയ ജീരകവും 2-3 ഏലക്കായും കൂടെ ഒന്ന് കുത്തി ചതച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നേരിട്ട് ഇങ്ങനെ ജീരകവും ഏലക്കായും ഇടൂല. എന്താ വെച്ചാൽ ഇങ്ങനെ കടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, അതിന്റെ ഫ്ലേവർ കിട്ടും വേണം. അപ്പൊ ഞാൻ ഈ ഇതിൽ വെച്ചിട്ട് അരിപ്പയിൽ അരച്ചെടുക്കുക കേട്ടോ ചെയ്യാം. അപ്പൊ അതാ നമ്മളെ ചക്ക അരച്ച് വെച്ചതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച് അധികം വേണം കേട്ടോ, തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ അതിലേക്ക് റവ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലവരൊക്കെ റവയും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ, അരിമാവും കൂടെ ചേർക്കും. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു ഹാർഡായി പോട്ടോ. ഇങ്ങനെ ഈ റവ മാത്രം ചേർത്താനുള്ള ഉപകാരം എന്താന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിക്കോട്ടോ ഈ ചക്ക അട, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പൊ അത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കര അല്ലേ, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ അധികം കട്ടിയായി പോരുത് മിക്സ് ആക്കുന്നത്, അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള പരുവത്തിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടോ. പിന്നെ ഇത് ഇലയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇല കുമ്പിളാക്കിയിട്ട് മാവ് നിറച്ചു കൊടുക്കട്ടോ. അപ്പൊ ഈ അപ്പത്തിന് കുമ്പിളപ്പം എന്നും പറയലുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുമ്പിളാക്കിയിട്ട് ഇങ്ങനെ മടിക്ക് ഇതാക്കുന്നത് കൊണ്ടായിരിക്കും കുമ്പിളപ്പം എന്നും പറയലുണ്ട്. അപ്പൊ ഈ ഇലന്റെ ഒരു ഫ്ലേവറും നമ്മൾ ഈ ചക്കന്റെ മാവിന്റെ ഫ്ലേവറും എല്ലാം കൂടെ വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആണ്. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ഈ ഇല കിട്ടാഞ്ഞാല് വാഴയിലയിൽ വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. നമ്മള് പഴം വെച്ചും ഈ ചക്കന്റെ പകരം പഴമാക്കിയിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ മാവ് കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ വാഴയിലയിൽ വെച്ചിട്ട് ഞാൻ എടുക്കുക, അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഓരോന്നായിട്ട് ഈ ഇലക്കുമ്പിളിലാക്കിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 10 മിനിറ്റ് ആവി ഏറ്റിയെടുത്താൽ നമ്മള് അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നോമ്പ് തുറന്നിട്ട് വേണം ഇനി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നോമ്പായതുകൊണ്ട് ആരും കഴിക്കലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. നോമ്പ് തുറന്നിട്ട് കഴിക്കുമല്ലേ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല ഡിമാൻഡിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചപ്പോൾ നല്ല സന്തോഷം. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിലും വലുത് വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ രാത്രി തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവര് പിന്നെ തറാവിക്ക് പോയി വന്നപ്പോൾ സോഡ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അനുവും ഇക്ക എല്ലാവരും കൂടെ തറാവിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ അച്ചാറും സോഡയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നേരത്തെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അച്ചാർ സോഡ ഉണ്ടാക്കണമെന്ന്. അപ്പൊ അതാ എല്ലാത്തിലും ഗ്ലാസ്സിലൊക്കെ അച്ചാറൊക്കെ ഇട്ട് സോഡ വെച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.